മലപ്പുറത്തിൻ്റെ വെന്നീസ് എന്നാണ് ഈ ഒരു സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് വൈകുന്നേര സമയങ്ങൾ ചെലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടായി മാറിയിരിക്കുകയാണ് ഈ ഒരു സ്ഥലം. കാഴ്ചയിൽ ഒറ്റ നോട്ടത്തിൽ കുട്ടനാടെന്ന് തോന്നിക്കുമെങ്കിലും ഇത് കുട്ടനാടൊന്നുമല്ല കേട്ടോ. ഇത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലുള്ള കർമ്മ റോഡാണ്. നമ്മുടെ ഒഴിവ് സമയങ്ങളും സായാഹ്നങ്ങളും നമ്മുടെ ഫാമിലിയും നമ്മുടെ കുട്ടികളും നമ്മുടെ പ്രിയപ്പെട്ടവരുമൊക്കെ ഒത്ത് അടിപൊളിയാക്കാൻ വേണ്ടി ജനങ്ങൾ ഇങ്ങോട്ട് ഒഴുകി എത്തുകയാണ് ഇപ്പോൾ. ഒരിക്കലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് തന്നെ വരാൻ തോന്നും. അത്രക്കും മനോഹരമാണ് ഇവിടുത്തെ സായാഹ്നങ്ങളും ഇവിടുത്തെ കാഴ്ചകളും. പൊന്നാനി ദേശീയപാതയിൽ നിന്ന് തുടങ്ങി ചമ്രവട്ടക്കടവിൻ്റെ ഒരു വശത്തുകൂടി കടന്നുപോയി പൊന്നാനി ഹാർബർ വരെ 5.5 കിലോമീറ്ററോളം നീണ്ടു നിരന്നു കിടക്കുന്ന മനോഹരമായ ഒരു പാത, അതാണ് കർമ്മ റോഡ്. ഒരു ഭാഗത്തുകൂടി നീണ്ടു പോകുന്ന മനോഹരമായ പാത, അതിനപ്പുറത്ത് കായലിൻ്റെ മനോഹരമായ കാഴ്ചകൾ, അതിനപ്പുറത്ത് ഒരു ദ്വീപിനെയൊക്കെ അനുസ്മരിക്കുന്ന പോലത്തിലുള്ള മനോഹരമായ കാഴ്ചകൾ. ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ കുട്ടനാട്ടിലൊക്കെ കണ്ടിട്ടുള്ള അതുപോലത്തെ ബോട്ട് സർവീസുകളും പിന്നെ ഒരുപാട് കച്ചവടങ്ങളും വെറൈറ്റി ഫുഡ് ഐറ്റംസുകളും എല്ലാം കൊണ്ടും വിനോദസഞ്ചാരികൾ ഇങ്ങോട്ട് നിറഞ്ഞ് ഒഴുകുകയാണ്. അത്രക്കും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ബോട്ട് സർവീസ് തന്നെയാണ് പ്രധാന ആകർഷണം. ഒരാൾക്ക് 100 രൂപ ടിക്കറ്റ് നിരക്കിൽ അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ബോട്ട് സർവീസുകൾ ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് പ്രൈവറ്റായിട്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഫാമിലിയൊക്കെ വരികയാണെങ്കിൽ പോകാൻ പറ്റിയ ചെറിയ ബോട്ടുകളുണ്ട്. പിന്നെ ക്രൂയിസ് പോലത്തെ വലിയ ആഡംബര ബോട്ടുകളുണ്ട്. അതിനൊക്കെ ചാർജുകൾ വ്യത്യാസം വരുന്നുണ്ട്. അതുകൂടാതെ കൊച്ചു കുട്ടികളെ നിരാശപ്പെടുത്താതിരിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്കുകളും ഇവിടെ സജീവമായിരിക്കുന്നു. 2 പാർക്കുകളുണ്ട് ഈ ഒരു റോഡിലായിട്ട്. ഒന്ന് ടിക്കറ്റ് ചാർജുകളിലെ സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള മനോഹരമായ പാർക്കുണ്ട്. പിന്നെ ഒരു ഓപ്പൺ പാർക്കുണ്ട്. കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള റൈഡുകളും ഊഞ്ഞാലുകളും പിന്നെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ സൗകര്യങ്ങളും എല്ലാം അടങ്ങുന്ന മനോഹരമായ 2 പാർക്കുകളുണ്ട് ഇവിടെ. ഭാരതപ്പുഴ അറബിക്കടലിൽ ചെന്ന് ലയിക്കുന്ന കാഴ്ച കാണും. ഒപ്പം ഏത് സമയത്തും, ചൂടുള്ള സമയത്തായാലും ഏത് സമയത്തും ഒരുപോലെ വീശിയടിക്കുന്ന മനോഹരമായ കാറ്റ്. പിന്നെ ഓളപ്പരപ്പിലൂടെയുള്ള ബോട്ട് സവാരിയും. ബോട്ട് സവാരിക്ക് മാത്രമായിട്ട് പല സ്ഥലത്തുനിന്നും ആളുകൾ ഇങ്ങോട്ട് വരാറുണ്ട്. 100 രൂപയിൽ തുടങ്ങുന്ന ടിക്കറ്റ് ചാർജാണ് ബോട്ട് സവാരിക്ക് വരുന്നത്. 20ഓളം ബോട്ടുകളാണ് ഇവിടെ സവാരിക്കായിട്ട് റെഡി ആയിട്ടുള്ളത്. അതോടൊപ്പം റോഡിൻ്റെ മറുവശത്തായിട്ട് പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ നമുക്ക് രുചിച്ചറിയാം. മലപ്പുറത്തിൻ്റെ തനത് രുചിയിലുള്ള ഒരുപാട് ഐറ്റംസുകൾ. ബോട്ട് സവാരിയൊക്കെ മുമ്പും ഇവിടെ ഉണ്ടായിരുന്നെന്ന് ഇവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇത്രക്ക് ഹൈജീനിക് ആയിരുന്നില്ല. ഇപ്പോഴാണ് പൊന്നാനി ടൂറിസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നതും ജനങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ തുടങ്ങിയതൊക്കെ. മലപ്പുറം ജില്ലയിലെ ഏത് ഭാഗത്തു നിന്നും ഒരുപോലെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് പൊന്നാനി. ഇനി ബോട്ട് സവാരിയും ഇതുപോലുള്ള മനോഹരമായ കായലിൻ്റെ കാഴ്ചകളും മനോഹരമായ കാറ്റും വൈകുന്നേര സമയങ്ങളൊക്കെ ചിലവഴിക്കാനൊക്കെ നമുക്ക് ഫാമിലിയൊക്കെ ഒത്ത് കുട്ടനാട്ടിലോട്ടോ അത്രയ്ക്കും ദൂരമുള്ള മറ്റ് പല സ്ഥലങ്ങളിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ മനോഹരമായ ഈ ഒരു കർമ്മ റോട്ടിലേക്ക് വന്നാൽ മതി എന്നാണ് ഇവിടുത്തെ വിനോദസഞ്ചാരികൾ ഇപ്പോൾ പറയുന്നത്. ഫിഷിങ്ങിലൊക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ ഒരുപാട് ചാൻസുകളുണ്ട്. മീൻ പിടിക്കാൻ വേണ്ടി മാത്രം വൈകുന്നേര സമയങ്ങൾ ഇങ്ങോട്ട് വരുന്ന ഒരുപാട് ഫിഷിംഗ് പ്രേമികൾ ഇവിടെ കാണാറുണ്ട്. അവരെയൊന്നും ഒരിക്കലും നിരാശപ്പെടുത്താറില്ല ഈ ചമ്രവട്ടം കടവ്. ഒരുപാട് മത്സ്യ സമ്പന്നമാണ് ഈ ഒരു കടവ്.
ഫാമിലിയൊത്ത് വരുന്നവർ മാത്രമല്ല കേട്ടോ, കൂട്ടുകാരുമൊത്ത് വെറുതെ ജസ്റ്റ് ഒന്ന് മൈൻഡ് ഫ്രഷ് ആക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്ന് സംസാരിച്ചിരുന്ന് തിരിച്ചു പോകുന്നവരും ഒരുപാടുണ്ട്. പിന്നെ ഇപ്പോഴൊക്കെ ഫോട്ടോസും റീൽസിനൊക്കെ പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നാൽ നല്ല മനോഹരമായ ബാക്ക്ഗ്രൗണ്ടിൽ, നല്ല വെളിച്ചമുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി ഫോട്ടോസുകളും റീൽസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ കുതിര സവാരി വേണമെന്നുള്ളവർക്ക് അതും ഇവിടെയുണ്ട്. ഒരല്പം കൂടി ദീർഘവീക്ഷണത്തോടു കൂടി എടുക്കുകയാണെങ്കിൽ പൊന്നാനിയും ഈ കർമ്മ റോഡും വിനോദസഞ്ചാര മേഖലയ്ക്ക് ഒരുപാട് സാധ്യതകൾ നൽകുന്നുണ്ട്. വരും വർഷങ്ങളിൽ അത് നടപ്പിലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വലിയൊരു പൈസ ചിലവൊന്നുമില്ലാതെ നമ്മുടെ കുടുംബവുമൊത്ത് നല്ലൊരു സായാഹ്നം ചിലവഴിക്കാൻ നമുക്ക് കർമ്മ റോഡിലേക്ക് പോകാം. അപ്പോൾ കർമ്മ റോഡിൻ്റെ വിശേഷങ്ങൾ നൽകുന്ന ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.